അപ്പൊ മുഅ്ജിസത്തുകളും കറാമത്തുകളും എന്ന് പറയുന്നത് നമ്മളതിനെ നിഷേധിക്കുന്നു എന്ന് ദുഷ്പ്രചരണം നടത്താറുണ്ട് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവര് മുഅ്ജിസത്ത് നിഷേധികളാണ്, കറാമത്ത് നിഷേധികളാണ്, അമ്പിയൗലിയാക്കന്മാരില്ലാത്തവരാണ്, പേച്ച കൂട്ടക്കാരാണ്, തുടരരുത് ഇതിനൊക്കെ നമ്മളെ കുറിച്ച് പറയാണ്. അപ്പൊ മനസ്സിലായില്ല, മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, പക്ഷെ അത് അവരുടെ കഴിവല്ല. അതുകൊണ്ട് അവരോട് അതിന്റെ പേരിൽ വിളിച്ച് ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല. അത് കൊടുത്ത അള്ളാനോടാ ചോദിക്കണ്ടേ. മുഅ്ജിസത്തും കറാമത്തും പ്രകടിപ്പിച്ച ആരോട് ചോദിക്കണം? അള്ളാഹുവിനോടാ ചോദിക്കേണ്ടത്. പച്ചയായ നിലക്ക് ഈ കറാമത്ത് കണ്ട ആളല്ലേ സക്കരിയ നബി അല്ലേ? നമ്മളെ കേട്ടുകേൾവിയും വേറൊരാൾ പറഞ്ഞതും ഇന്റർവ്യൂവിൽ ബടായി പൊട്ടിച്ചതും ഒന്നുമല്ല, അള്ളാഹിന്റെ ഖുർആനിലുള്ളതാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ, കടന്നു ചെല്ലുമ്പോഴൊക്കെ മറിയം ബീവിയുടെ മുമ്പിൽ നല്ല ഫ്രൂട്ട്സും ഫുഡും ഒക്കെ ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ കാണുന്നു. അന്നാ ലക്കി ഹാദാ, മറിയമേ എവിടുന്നാ നിനക്കിതൊക്കെ കിട്ടുന്നത് ഈ കാലത്ത്? ഇതൊക്കെ ഇല്ലാത്ത ഈ സമയത്ത് എവിടുന്നാ നിന്റെ മുമ്പിൽ ഈ ഫുഡൊക്കെ വന്നത്? ഖാലത്ത് ഹിയ മിൻ ഇൻദില്ലാഹ്, അള്ളാഹ് തന്നതാ, അള്ളാഹിന്റെ അടുക്കന്ന് കിട്ടിയതാ. ആ കറാമത്ത് നേരെ ഇങ്ങനെ കാണുകയാര്? സക്കരിയ നബി. ആരുടെ കറാമത്താണ് ഇപ്പത്? മറിയം ബീവിയുടെ കറാമത്താ. അവിടെ വെച്ചിട്ട് ഹുനാലിക ദഅ സക്കരിയ മറിയമാന്നല്ല, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു തേടി, അല്ലാതെ മറിയം ബീവിനോട് തേടിയെന്നല്ല. മറിയം ബീവിയെ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കറാമത്തുണ്ടല്ലോ, ഇത്ര കാലായി ഞാനൊരു കുട്ടിയില്ലാതെ നടക്കണേ, എനിക്കൊരു കുട്ടിനെ തരണേ എന്നാണോ മറിയം ബീവിയോടാണോ പറഞ്ഞത്? അല്ല. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബേ, നീയാണ് എല്ലാ ദുആയും കേൾക്കുന്നവൻ, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം എത്ര കാലായി, എനിക്കൊരു സന്താനത്തെ തരണം. ഈ അത്ഭുതം കണ്ടപ്പോൾ അവിടെ വെച്ച് ചോദിക്കാണ്. അപ്പൊ ആ ഇങ്ങനെ കറാമത്ത് കൊടുക്കാൻ കഴിവുള്ള അള്ളാഹ്ക്ക് എനിക്കും ഒരു കുട്ടിനെ തരാലോ. ആ സക്കരിയ അലൈഹിസ്സലാമാണ് സലഫികളുടെ നേതാവ്, മാതൃക. ഇവരിപ്പെന്ന് പറയുന്നത് സി എം മടവൂര്, എനിക്ക് ഇല്ലേ എപ്പോഴും തരാം, എന്നാ പിടിച്ചോ, എനിക്ക് കുട്ടി ഇപ്പൊ വേണം, എനിക്ക് കുട്ടിനെ വേണം. എന്ത് കുട്ടിനെ വേണ്ട? എന്ത് കുട്ടിനെ എനിക്ക് വേണ്ടത്? ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ഒക്കെ പാണ് കൊടുക്കുക, മൂപ്പരൊക്കെ കൊടുക്കുകയാണ്. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റുന്ന പൂർണ്ണ പോലിവാണോർ. മൊഹീദ്ദീൻമാലിലുള്ളതാ. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റുന്ന പൂർണ്ണ പൊലിവാണോർ. പെൺകുട്ടിയാണ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ മൊഹീദ്ദീൻ ശേഖിനോട് പറഞ്ഞു, എനിക്ക് ഇതും പെണ്ണാണ്, ആൺകുട്ടി വേണം. അതിന് മൂടിക്കോളാൻ പറഞ്ഞു. തുണി കൊണ്ട് ഇങ്ങനെ മൂടിക്കോ, പരിയൊക്കെ വയ്ക്കോ. പരി പോയിട്ട് തുറന്നു നോക്കുമ്പോൾ പെണ്ണാണ്. പെണ്ണ് ആണായി മാറി. ഇവരെ പരിപാടികളൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ കൃത്യമായിട്ട്. അതൊക്കെ അല്ലല്ല എന്ന് പറഞ്ഞതാണ്. ഒരിക്കൽ അല്ലാഹു തആല മൊഹീദ്ദീൻ ശേഖിനോട് ഒരിക്കൽ പറഞ്ഞു, കുട്ടിക്ക് ലൗഹിൽ അവൾക്കില്ല പിള്ളകൾ. ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചാണ് മൊഹീദ്ദീൻ ശേഖിനോട്, ഒരു കുട്ടിനെ കൊടുക്ക് എന്ന് ആരോട് പറയാണ്? മൊഹീദ്ദീൻ ശേഖിനോട് ഒരു സ്ത്രീ വന്നിട്ട് ആവശ്യപ്പെട്ട്, എനിക്ക് കുട്ടിയില്ല. അപ്പൊ മൊഹീദ്ദീൻ ശേഖ് അള്ളാഹിനോട് പറയാണ്, അള്ളാ ഈ പെണ്ണിനൊരു കുട്ടിനെ കൊടുക്ക്. മറുപടി ലൗഹില്ല അവർക്കില്ല പിള്ളകൾ. അള്ളാന്റെ മറുപടി, മൊഹീദ്ദീൻ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവൾക്ക് ലൗഹിൽ പിള്ളനെ എഴുതിയിട്ടില്ല, അവൾക്ക് പിള്ള ഇല്ലേ. മറുപടി അവിടുന്ന്, ലൗഹിൽ അവൾക്കില്ല പിള്ളകൾ. അപ്പോ മുറുകുന്ന് രണ്ട് കൊടുക്ക് നീ ദയ്യാനേ. മൊഹീദ്ദീൻ ശേഖ് പറഞ്ഞു, ഒന്നില്ല എന്നല്ല പറയണം, എന്നാ രണ്ടു കൊടുക്ക്. കുട്ടികൾ കളിയാക്കണമായിരല്ലേ നമ്മൾ. സാർ എന്താടാ അങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല, പിന്നെ രണ്ടാ എന്ന് ചോദിക്കുമ്പോൾ മൊഹീദ്ദീൻ ശേഖും അള്ളയും കൂടി അവിടെ ഒരു കൺവെൻഷൻ, ഒരു സംഭാഷണം. മുറുകുന്ന് രണ്ട് കൊടുക്ക് നീ ദയ്യാനേ. അപ്പൊ അള്ള പറഞ്ഞു രണ്ടുമില്ല, എന്നാ പിന്നെ മൂന്ന് കൊടുക്കുന്നു. രണ്ട് നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ മൂന്ന് കൊടുക്കുന്നു. കൊടുക്കാൻ എളുപ്പത്തിയില്ലെങ്കിൽ ഏളെണ്ണം. മൂന്നും കഴിഞ്ഞ് നാലും കഴിഞ്ഞ് അഞ്ചും കഴിഞ്ഞ് ലേലം വിളി പോലെ കയറ്റി വിളിച്ച മൊഹീദ്ദീൻ ശേഖ് അവസാനം പറഞ്ഞു, എന്നാ ഒരു 7 കൊടുക്കുക. 8 എന്ന് മൊഹീദ്ദീന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ 8 കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഇതിനെ ഇനി ചോദിക്കല്ലേ, 7 ഞാൻ കൊടുത്തോളാം. ഇപ്പൊ ഒരു കുട്ടിയെ പോലും അള്ളാന്റെ ലൗഹിൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത ആൾക്കിപ്പോ ഒരു പിള്ള ഇല്ലാത്തവർക്ക് എത്ര പിള്ളയെ കിട്ടി? 7 പിള്ള. ഇത് മൊഹീദ്ദീൻ മാലയിലുള്ളതാണ്. പുതിയ മൊഹീദ്ദീൻ മാല. മൊഹീദ്ദീൻ മാല 2 ഉണ്ട്. പഴയ മൊഹീദ്ദീൻ മാല, പുതിയ മൊഹീദ്ദീൻ മാല. ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് എടുത്തു പോകാൻ വേണ്ടിയാണ്. ഇതൊക്കെ സമൂഹത്തിനോട് പച്ചയായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനെന്നറിയോ? ഇതൊക്കെ സമൂഹം കൊണ്ട് ഒഴിവാക്കട്ടെ. അതിൻ്റെ ഗുണഫലങ്ങളുണ്ട്, അൽഹംദുലില്ലാ, ധാരാളമുണ്ട്. അപ്പോ ഈ വിധത്തിലാണ് ഇവര് സമൂഹത്തെ മുഅ്ജിസത്തും കറാമത്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രപ്പ ഈ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കുട്ടിയില്ലാതെ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബി ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനമാണ് കിട്ടുന്നത്. അവരൊക്കെ അള്ളാഹിനോടാ തേടിയതും. അവരൊക്കെ മുൻകഴിഞ്ഞു പോയ നബിമാരുടെ മരണവാർത്തകളൊക്കെ അവരും പഠിച്ചവരാണ്. ആ നബിമാരോട് ചോദിച്ചിട്ടില്ല, നേരിട്ടും ചോദിച്ചിട്ടില്ല, അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേനയും പ്രാർത്ഥിച്ചിട്ടില്ല.